Hi guys! ഇന്നത്തെ റെമഡി നമ്മൾ വേമ്പാലം പട്ട ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ക്രീം മേക്കിംഗ് ആണ് കേട്ടോ. വേമ്പാലം പട്ട എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, അറിയാത്തവർക്കായിട്ട് ഞാനൊന്ന് പറയാം. ഈ ഒരു വേമ്പാലം പട്ട ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഹെയർ ഓയിൽ മേക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഫീഡ്ബാക്കാണ് എനിക്ക് ആ ഒരു ഓയിലിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പേഴ്സണലായിട്ടാണെന്ന് മാത്രം കേട്ടോ. നമ്മുടെ കടുക്കാജലിൻ്റെ സെയിലാക്കുന്ന നമ്പറില്ലേ, അതിൽ നിന്നാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദയവായിട്ട് എൻ്റെ ഈ ഒരു ഇത് കേൾക്കുവാണെങ്കിൽ, വോയിസ് കേൾക്കുവാണെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇട്ടോ. നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം, മുടിയിലുണ്ടായിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് ആ ഒരു വീഡിയോയുടെ താഴെ പറയാം, അല്ലെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് വന്ന് നിങ്ങളുടെ ആ ഒരു അനുഭവം നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതേ ഒരു വേമ്പാലം പട്ട ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ക്രീം മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്രീമിൻ്റെ അവിടെ നമ്മൾ ഫേസിൽ ഉപയോഗിച്ചുകൊണ്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊള്ളിയ പാടൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ആവാനായിട്ട് ഈ ഒരു വേമ്പാലം പട്ട നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പൊള്ളിയ പാടുകൾ മാത്രമല്ല, നമ്മുടെ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകൾ, ചുളിവുകൾ ഇതെല്ലാം തന്നെ ക്ലിയർ ആക്കിക്കൊണ്ട് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് തന്നെ നല്ല ഗ്ലോ ആയിട്ട് വെക്കാനായിട്ടും നമുക്ക് ഒരു വേമ്പാലം പട്ടയ്ക്ക് ഒരു കഴിവുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫേസിലത്തെ കാര്യം മാത്രമല്ല, നമുക്ക് ബോഡിയിലേക്കും ഉപയോഗിക്കാം. നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഏത് തരത്തിലുള്ള സ്കിൻ പ്രോബ്ലം ആണെങ്കിലും, ഏത് തരം ചർമ്മരോഗങ്ങളാണെങ്കിലും അതെല്ലാം തന്നെ നമുക്ക് ക്ലിയർ ആക്കി കൊണ്ടുവരാനായിട്ട് ഈ ഒരൊറ്റ വേമ്പാലം പട്ട മാത്രം മതി കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, പൊള്ളിയ പാട് വരെ ക്ലിയർ ആക്കി കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഇതിലുപരി നമുക്ക് എന്തെങ്കിലും വേണോ അല്ലേ? അത്രയും സൂപ്പർ എഫക്റ്റീവായിട്ട് റിസൾട്ട് തരുന്ന ഒരാളാണ് ഈ ഒരു വേമ്പാലം പട്ട. അപ്പോൾ ഈ ഒരു വേമ്പാലം പട്ട ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട് ഹെയർ ഓയിൽ എങ്ങനെ മേക്ക് ചെയ്തെടുക്കണം എന്നുള്ളത്. സെയിം അതേപോലെ തന്നെ നമുക്കിത് വെള്ളത്തിലിട്ടൊന്നും തിളപ്പിച്ച് കൊണ്ടുവരാൻ പറ്റില്ല. ഓക്കെ, വെള്ളത്തിൽ ഈ ഒരു കളർ ഇറങ്ങത്തില്ല. അപ്പോൾ ഈ കാണുന്നതാണ് വേമ്പാലം പട്ട കേട്ടോ. ഇതിപ്പോൾ ഇതുപോലെ തടിച്ചിട്ടും മെലിഞ്ഞിട്ടും പൊടിയായിട്ടൊക്കെ നമുക്ക്. അപ്പോൾ നിങ്ങൾ പോയിട്ട് പച്ചമരുന്ന് കടയിൽ പോയിട്ട് വേമ്പാലം പട്ട മേടിച്ചിട്ട് വരെ എന്നതിന് ശേഷം ഒരു ക്ലീൻ ബോട്ടിൽ എടുക്കുക. നല്ല ഗ്ലാസിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു 4-5 പീസ് വേമ്പാലം പട്ടയുടെ പീസസ് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നതിന് ശേഷം അതിന് മീതെ നിങ്ങളുടെ സ്കിന്നിന് സൂട്ടായിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുക. മുഖക്കുരു വരില്ല എന്ന് ഉറപ്പുള്ള ഏത് ഓയിൽ, നിങ്ങളുടെ സ്കിന്നിലേക്ക് സൂട്ടായിട്ടുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. ഞാൻ ഒരു ഓയിൽ ആഡ് ചെയ്തോട്ടെ, ഈ ഒരു ഓയിൽ ആഡ് ചെയ്തോട്ടെ എന്ന് വെച്ചിട്ട് ആരും കമൻ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ചേർക്കുന്ന ഓയിലിൻ്റെ പേരും പറയുന്നില്ല. ഞാൻ ചേർക്കുന്ന ഓയിലിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സൂട്ടായി എന്ന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സൂട്ടായിട്ടുള്ള ഓയിൽ ഇതിനകത്തേക്ക് അങ്ങ് ഒഴിച്ച് വയ്ക്കുക കേട്ടോ. അങ്ങനെ ഒഴിച്ച് നമ്മൾ കുതിർത്തി എടുത്തിട്ടുള്ളതാണ് ഈ ഒരു ബോട്ടിനകത്തേക്ക് കാണുന്ന ആ ഒരു വേമ്പാലം പട്ടയുടെ ഓയിൽ. ഓക്കെ, എൻ്റെ ഈ ഒരു ഓയിൽ എന്ന് പറഞ്ഞൊരു കുറച്ച് ദിവസത്തെ പഴക്കമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് 2 ദിവസം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ദിവസം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ തലേ ദിവസം നിങ്ങൾ ചെയ്തിട്ട് പിറ്റേ ദിവസം ചെയ്താലും മതിയാകും. ഓക്കെ, എങ്ങനെയാണെങ്കിലും പ്രശ്നമല്ല. അപ്പോൾ ഞാനിവിടെ അത് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള ബോട്ടിലാണ് ആ ഒരു സൈഡ് വെച്ചിരിക്കുന്നത്. ഇനി ഒരു ക്ലീൻ ബൗൾ എടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ നോർമൽ ആലോവേറ ജെല്ലാണ്. ഈ ഒരു നോർമൽ ആലോവേറ ജെൽ ഞാൻ തന്നെ എൻ്റെ സ്വന്തം കൈവച്ചുണ്ടാക്കി കൊടുക്കുന്ന ആലോവേറ ജെല്ലാണ് കേട്ടോ. വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മുകളിൽ കാണുന്ന ആ ഒരു നമ്പറിനകത്തേക്ക് ഒരു ഹായ് കൊടുക്കുക വാട്സപ്പിൽ. അപ്പോൾ അതിനകത്ത് ഓട്ടോമാറ്റിക്കലി ഒരു മെസ്സേജ് വരും നിങ്ങളുടെ സ്കിൻ ടൈപ്പും മറ്റു ഡീറ്റെയിൽസും ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ അതിനുള്ള റീപ്ലൈ കൂടി അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് കൊടുത്തു വയ്ക്കുക. ഗൈസ്, നമുക്കിവിടെ 2 ടീസ്പൂണോളം ആലോവേറ ജെൽ ആവശ്യമുണ്ട്. അത് ഞാനിവിടെ ഒരു ക്ലീൻ ബൗളിനകത്തേക്ക് അങ്ങ് ചേർക്കുന്നുണ്ട്. നമ്മുടെ ഒരു ആലോവേറയ്ക്ക് ഒരു ഗ്രീനിഷ് കളർ, ഓഫ് ഗ്രീനിഷ് കളർ ആയിരിക്കും കേട്ടോ. ഡാർക്ക് ഗ്രീനിഷ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ചെറിയൊരു ഗ്രീനിഷ് ആണ്. നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പോൾ അത് മനസ്സിലാവണമെന്നില്ല, നേരിട്ട് കാണുമ്പോൾ മാത്രം അത് ചെറിയൊരു ഗ്രീൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ആ ഒരു ജ്യൂസിൻ്റെ കളറാണ്. ഞാൻ മുന്നേ വീഡിയോ ചെയ്തതിലൊക്കെ ആ ഒരു ജ്യൂസിൻ്റെ കളർ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 70% ആ ഒരു ജ്യൂസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആലോവേറയാണ്. ഓക്കെ, അപ്പോൾ അത് ഞാനിവിടെ 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വേമ്പാലം പട്ടയുടെ ഓയിൽ ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈക്വൽ അളവിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം 1 ടീസ്പൂൺ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ടീസ്പൂൺ കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിനകത്തേക്ക് ഓപ്ഷണലായിട്ടാണ്, നിർബന്ധം ഞാൻ പറയുന്നില്ല, നമുക്ക് ട്രീ ട്രീയുടെ എസെൻഷ്യൽ ഓയിൽ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മുഖക്കുരു മറ്റും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു 2-3 ഡ്രോപ്സ് നമ്മൾ ഈ ഒരു ടീ ട്രീയുടെ എസെൻഷ്യൽ ഓയിൽ കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുകയാണ്. ഇവയെല്ലാം നന്നായി മിക്സ് ആയതിനു ശേഷം ഇത് ഞാനൊരു ക്ലീൻ ബോട്ടിലിനകത്തേക്ക് അങ്ങ് സ്റ്റോർ ചെയ്യുകയാണ്. നമുക്കിത് പുറത്ത് വേണമെങ്കിൽ വെക്കാം. പുറത്ത് വെക്കുകയാണെങ്കിൽ ഒരു 15 ദിവസം വരെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതല്ല ഫ്രിഡ്ജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1 മന്തിന് മുകളിൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം നിങ്ങൾ ആ രീതിക്കൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കുക. നമുക്കിത് ഉപയോഗിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ രാത്രി ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. രാത്രി ആകുമ്പോൾ നന്നായിട്ട് നമ്മുടെ ഫേസിൽ അത് പിടിക്കാനായിട്ടും നമുക്ക് ഒരുപാട് നേരം വെക്കാനായിട്ടും നമുക്ക് ടൈം കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നൈറ്റ് ക്രീം പോലെ ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫേസിൽ ഉണ്ടാകുന്ന എന്ത് തരം പാടുകളാണെങ്കിലും നമുക്കതെല്ലാം ക്ലിയർ ആക്കി കൊണ്ടുവരാനായിട്ടും അതുപോലെ ഫേസിൽ ഉണ്ടാകുന്ന ചുളിവും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ക്ലിയർ ആക്കി നമ്മുടെ സ്കിന്നിന് നല്ല യങ് ലുക്ക് തരാനായിട്ടും നമുക്ക് ഈ ഒരു വേമ്പാലം പട്ടയുടെ ക്രീം ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ
താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.